വാർത്തകൾ വിശദമായി. സഹനത്തിൻ്റെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം വലിയ നോമ്പാചരണത്തിന് തുടക്കം കുറിച്ചു. വിഭൂതി തിരുനാൾ ആചരണത്തോടെയാണ് നോമ്പാചരണം തുടങ്ങിയത്. സഹനത്തിൻ്റെ സന്ദേശവുമായി ക്രൈസ്തവ സമൂഹം വലിയ നോമ്പാചരണം ആരംഭിച്ചു. വിഭൂതി തിരുനാളാഘോഷത്തോടെയാണ് നോമ്പാചരണം തുടങ്ങിയത്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രധാന ഘട്ടങ്ങളിലൊന്നാണ് വലിയ നോമ്പാചരണം. വിഭൂതി തിരുനാളാഘോഷത്തോടെയാണ് നോമ്പാചരണത്തിന് തുടക്കമാവുന്നത്. കഴിഞ്ഞ ഓശാന പെരുന്നാളിന് വിശ്വാസികൾക്ക് നൽകിയ കുരുത്തോല കത്തിച്ച് ചാരമാക്കി നെറ്റിയിൽ കുരിശടയാളം വരയ്ക്കും. മനുഷ്യ നീ മണ്ണാകുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ ലോകത്തിന് നൽകുന്നത്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ പീഡാനുഭവങ്ങളെ അനുസ്മരിക്കുന്ന കാലമാണ് നോമ്പാചരണം. ഈസ്റ്റർ ആഘോഷത്തോടെയാണ് നോമ്പാചരണം പൂർത്തിയാവുന്നത്. വിഭൂതി തിരുനാളാചരണത്തിന്റെ ഭാഗമായി നാടെങ്ങുമുള്ള ദേവാലയങ്ങളിൽ പ്രത്യേക ചടങ്ങുകളും മറ്റും നടന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന വിശുദ്ധവാര തീർത്ഥാടന കേന്ദ്രമായ ചേർത്തല തങ്കി സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ വിഭൂതി പെരുന്നാളോടെ വലിയ നോമ്പാചരണത്തിന് തുടക്കമായി. അത്ഭുത തിരുസ്വരൂപ പ്രതിഷ്ഠയുടെ 90ാം വാർഷികത്തോടനുബന്ധിച്ച് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വിശ്വാസികളാണ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. വികാരി ഫാദർ പ്രസാദ് ജോസഫ് കണ്ടത്തിപ്പറമ്പിൽ, സഹവികാരിമാരായ ഫാദർ സിബി കിടങ്ങത്ത്, ഫാദർ റിൻസൺ കാളിയത്ത്, ഫാദർ ലോബോ ലോറൻസ് ചക്രശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.